Good day to all of you. Welcome to Easy Physics. കഴിഞ്ഞ രണ്ട് വീഡിയോയിലൂടെ നമ്മൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ട് 1 വീഡിയോയിലൂടെ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ചും സ്കേലാർസ് വെക്ടേഴ്സിനെ കുറിച്ചും നമ്മൾ വിശദമായിട്ട് തന്നെ പഠിച്ചു. പാർട്ട് 2 വീഡിയോയിലൂടെ സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്താണെന്നും യൂണിഫോം നോൺ യൂണിഫോം മോഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ പാർട്ട് 1 വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ട കുറച്ചും കൂടെ വ്യക്തത ഉണ്ടാവും. കാരണം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് റിലേറ്റഡ് ആയിട്ട് ബോർഡ് എക്സാമിൽ കണ്ടുവരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസിനെ കുറിച്ചും ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ ഫോർമുലാസ് നമ്മളുടെ മനസ്സിലുണ്ടാവണം. പുതിയതൊന്നുമല്ല, നിങ്ങൾ മാത്സിൽ പഠിച്ചിരിക്കുന്ന ഫോർമുലാസ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആദ്യം സ്ക്വയറിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് 4 times a എന്ന് പറയുന്ന ഒരു ഫോർമുല യൂസ് ചെയ്യാം. അത് റെക്ടാംഗിൾ ആണെങ്കിൽ 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. സർക്കിൾ ആണെങ്കിൽ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2πr. സെമി സർക്കിൾ ആണെങ്കിൽ അതിന്റെ ഹാഫ് πr. അതുപോലെ തന്നെ ഒരു പുതിയ ഫോർമുല ഞാൻ പഠിപ്പിക്കുവാണ്. അതായത് ഒരു വസ്തു ഇങ്ങനെയുള്ള ഷേപ്പിലൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് റൊട്ടേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ പെരിമീറ്റർ എന്ന് പറയുന്ന ഒരു ഫോർമുല യൂസ് ചെയ്യാം. അതുപോലെ സ്ക്വയറിന്റെ ഡയഗണൽ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും, √2a എന്ന് പറയുന്ന ഒരു ഫോർമുലയുണ്ട്, ഡയഗണൽ ഓഫ് എ സ്ക്വയർ. മാത്സിൽ പഠിക്കുന്നതാണ്. അതുപോലെ പൈത്തഗോറസ് തിയറം. എന്താണ് പൈത്തഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത്രയും മാത്സ് ഒക്കെ നമ്മളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ ഈ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുമ്പോൾ. ഇനി ഏതൊരു ക്വസ്റ്റ്യനും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ ലെങ്ത്, അതായത് ഏത് ഷേപ്പ് ആണോ അതിന്റെ പെരിമീറ്റർ ഫോർമുല വെച്ച് ഇങ്ങനെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാം. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസിനെ കണക്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ലെങ്ത് എത്രയാണോ അതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഈ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്. ഓക്കെ, ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഒത്തിരി തവണ ബോർഡ് പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. A farmer moves along the boundary of a square field of side 10 meter in 40 seconds. What will be the magnitude of displacement of the farmer at the end of 2 minutes and 20 seconds? See, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഫാർമർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നൗ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ടൈം എവിടെയാണ് ഫാർമറിന്റെ പൊസിഷൻ. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടി ഈ ചോദ്യത്തിനെ നമുക്കൊന്ന് ഡയഗ്രം ആയിട്ട് മാറ്റി നോക്കാം. അപ്പൊ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. സ്ക്വയർ ആണ് ഫീൽഡ് അല്ലെ, അപ്പൊ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ വരയ്ക്കാം. സ്ക്വയറിന് നമുക്ക് ABCD എന്ന് പേര് കൊടുക്കാം. എയിൽ നിന്നാണ് ഫാർമർ സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കാം. 2 minutes and 20 seconds കൊണ്ട് എത്ര തവണ ഈ സ്ക്വയർ ഫീൽഡിന്റെ ചുറ്റും ഇയാൾക്ക് നടക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുവേണ്ടി ചില ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്? 10 meter സൈഡ് ഉള്ള, അതായത് ഈ സ്ക്വയറിന്റെ സൈഡ് 10 meter ആണ്. അതിന്റെ മൊത്തം ബൗണ്ടറി ഒരു തവണ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 40 seconds എടുക്കുന്നു. 10 meter ആണ് സൈഡ് ലെങ്ത്. അപ്പോ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ അല്ലെ, ആ പെരിമീറ്ററിന്റെ ഫോർമുല എന്തായിരുന്നു? 4 times a. 4 into 10 means 40 meter. അതായത് 40 seconds അദ്ദേഹം കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് 40 meter ആണ്. അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ കവർ ചെയ്യാൻ പറ്റും? 1 meter. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സമയം കൊണ്ട് എത്ര മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ ഫാർമർ കവർ ചെയ്തത് നോക്കാം അല്ലെ. തന്നിരിക്കുന്ന ടൈമിനെ നമുക്ക് ഗിവൺ ടൈമിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. 2 into 60. മിനിറ്റിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് പിന്നെ തന്നിരിക്കുന്ന 20 സെക്കൻഡ് തന്നെയാണ്. അപ്പൊ അതുപോലെ എഴുതി 2 into 60 എന്ന് പറയുന്നത് 120 plus 20 140 സെക്കൻഡിന്റെ അവസാനത്തിൽ ഫാർമറിന്റെ പൊസിഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ 140 സെക്കൻഡില് അദ്ദേഹം എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്ത് കാണും? നമ്മൾ പഠിച്ചു
40 മീറ്ററിൽ 40 സെക്കൻഡ്സ് അല്ലെ? അത് അപ്പോ 140 സെക്കൻഡ്സിൽ എത്ര മീറ്റർ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും? 140 മീറ്റർ കവർ ചെയ്തു. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 140 മീറ്റർ ആണ്. ഇനി നമ്പർ ഓഫ് റൊട്ടേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഫോർമുല പറഞ്ഞു തന്നിരുന്നു. എന്താണ് നമ്പർ ഓഫ് റൊട്ടേഷൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ പെരിമീറ്റർ. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് 140 ഡിവൈഡഡ് ബൈ പെരിമീറ്റർ എന്ന് പറയുന്നത് 40 ആണ്. 3.5. അതായത് 140 സെക്കൻഡ്സിൽ ഫാർമർ 3.5 തവണ ഈ ഫീൽഡിനെ റൊട്ടേറ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കിയത്. ഓരോ തവണയും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ സപ്പോസ് എ എന്നാണ് ഈ ഫാർമർ സ്റ്റാർട്ട് ചെയ്താല് ഒരു ഫുൾ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ തിരിച്ച് എയിൽ തന്നെ എത്തി. 3 തവണയും തിരിച്ച് എയിലെത്തി. പിന്നെ അര തവണ 4 സൈഡാണ് ഈ സ്ക്വയറിനുള്ളത് അല്ലെ? അപ്പൊ അര തവണ എന്ന് പറയുമ്പോൾ 2 സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് സിയിലാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. അപ്പൊ നമുക്ക് ഇനീഷ്യൽ പൊസിഷൻ മനസ്സിലായി, ഫൈനൽ പൊസിഷൻ മനസ്സിലായി. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ ഇനി ഒന്നും നോക്കണ്ട. ഈ ഇനീഷ്യലിനെയും ഫൈനലിനെയും കണക്ട് ചെയ്തൊരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. ഈ സ്ട്രേറ്റ് ലൈൻ എന്തായിട്ടാണ് വരുന്നത്? സ്ക്വയറിന്റെ ഡയഗണൽ ആണ് അല്ലെ? ഡയഗണൽ ഓഫ് എ സ്ക്വയർ മാത്സിൽ പഠിച്ച ഫോർമുലയാണ് a√2. അതായത് 10 ആണ് സൈഡ് ലെങ്ത്, √2. 10√2 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് വരിക. നിങ്ങൾക്ക് ഒന്നുകിൽ 10√2 എന്ന് എഴുതി വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ √2ന്റെ വാല്യൂ അറിയാമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 10√2 മീറ്റർ എന്ന് എഴുതിയാലും മതി. √2ന്റെ വാല്യൂ 1.414 ആണ്. അതറിയാം എന്നുണ്ടെങ്കിൽ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 10√2 മീറ്റർ എന്ന് എഴുതിയാലും ആൻസർ ആണ്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ അല്ലെ? എപ്പോഴും ഏത് ചോദ്യം ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഇനീഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുക, ഫൈനൽ പൊസിഷൻ നോക്കുക, അതിനെ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച ആ സ്ട്രേറ്റ് ലൈനിന്റെ ലെങ്ത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ടൊന്ന് പോയി നോക്കിയാലോ. പാർട്ടിക്കിൾ മൂവ്സ് 3 meter north, then 4 meter east, finally 6 meter south. Calculate displacement. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ അറിയണം, അവയെ കണക്ട് ചെയ്ത് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കണം അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് ഡയഗ്രത്തിൽ എങ്ങനെയാ നോർത്ത് സൗത്ത് ഒക്കെ വരയ്ക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് അല്ലെ? അപ്പൊ പാർട്ടിക്കിൾ മൂവ്സ് 3 meter നോർത്ത്. നോർത്ത് എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ 3 meter വരച്ചു. അപ്പൊ എയിൽ നിന്ന് അത് ബിയിലെത്തി. 3 meter നോർത്ത്. ഓക്കെ, 3 meter ആണ് കവർ ചെയ്തത്. ഇനി 4 meter ഈസ്റ്റ്. അപ്പൊ ബിന്ന് ഈസ്റ്റിലോട്ട് 4 meter പോയി, എന്നിട്ട് സി എന്ന് പറയുന്ന പോയിന്റിൽ എത്തി എന്ന് വിചാരിക്കാം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? 6 meter സൗത്ത്. സൗത്ത് എന്ന് പറയുന്ന ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് ഇത്. ഇപ്പൊ ഡി എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിൽ എത്തി. 6 meter ആണ് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ എ ആണ് ഇനീഷ്യൽ പൊസിഷൻ, ഡി ആണ് ഫൈനൽ പൊസിഷൻ. ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. ഈ എ ഡി എന്ന് പറയുന്ന ലെങ്ത് കണ്ടുപിടിച്ചാൽ അതാണ് ഡിസ്പ്ലേസ്മെന്റ്. എ ഡി കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? നമുക്ക് ഇതിനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതിനുവേണ്ടി എയിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു നോർമൽ വരച്ചു. ഇവിടെ പോയിന്റ് ഇ എന്ന് മാർക്ക് ചെയ്യുവാണെങ്കിൽ ഈ സി ടു ഇ 3 meter ആയിരിക്കും, ഇ ടു ഡിയും 3 meter ആയിരിക്കും. ഈ എ ടു ഇ ലെങ്ത് ബി സിയുടെ അതേ ലെങ്ത് 4 ആണ് വരിക അല്ലെ? അപ്പൊ എ ഡി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യാം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ എ ഡി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 4 square plus 3 square. That is root of 16 plus 9. 16 plus 9 എത്ര? 25. 25ന്റെ റൂട്ട് 5 meter. അപ്പൊ എ ഡിയുടെ ലെങ്ത് നിങ്ങൾക്ക് കിട്ടി 5 meter. അതാണ് ഡിസ്പ്ലേസ്മെന്റ്. മനസ്സിലായല്ലോ അല്ലെ? അടുത്ത ക്വസ്റ്റിനോട്ട് പോയാലോ. An athlete completes one round of a circular track of diameter 49 meter in 20 seconds. Calculate the distance covered and displacement at the end of 30 seconds. അതായത് ഇതാണ് സർക്കുലർ ട്രാക്ക്. ഓക്കെ, ഇതിന്റെ ഡയമീറ്റർ 49 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 49 meter ആണ് ഡയമീറ്റർ. 20 സെക്കൻഡില് ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ 30 secondsൽ എങ്ങനെയായിരിക്കും? 20 സെക്കൻഡില് ഫുൾ സർക്കിൾ ആവുമ്പോൾ 10 സെക്കൻഡില് ഹാഫ് സർക്കിൾ അല്ലെ? അപ്പൊ 30 സെക്കൻഡില് 1.5 സർക്കിൾ എന്നാണ് നമുക്ക് മനസ്സിലായത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ടോട്ടൽ പെരിമീറ്റർ കണ്ടുപിടിക്കണം. 1.5 എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കാം കേട്ടോ. ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഒരു സർക്കിളിന്റെ പെരിമീറ്റർ 2πr ഉം
അര സർക്കിളിന്റെ പെരിമീറ്റർ പൈ ആറുമാണ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3πr. 3 into 22/7 into റേഡിയസ്. ഡയമീറ്റർ 49 ആണ്. അപ്പൊ റേഡിയസ് 49/2. അപ്പൊ ഇവിടെ നമുക്ക് 7 എഴുതാം, ഇവിടെ നമുക്ക് 11 എഴുതാം. 33 into 7. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 33 into 7 എത്ര വരിക? 231 മീറ്റർ. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണെന്ന് മനസ്സിലായി? 231 മീറ്റർ. ഇനി ഡിസ്പ്ലേസ്മെന്റ് കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഡയഗ്രത്തിന് ഞാൻ ഒന്നുകൂടെ മാറ്റി വരയ്ക്കുവാണ്. ഇതാണ് നമ്മളുടെ സർക്കുലർ ട്രാക്ക്. 49 മീറ്റർ ആണ് ഡയമീറ്റർ. 1.5 സർക്കിൾ എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് എയിൽ തന്നെ തിരിച്ചെത്തുമ്പോൾ ഒരു സർക്കിൾ. ഇനി 1.5 എന്ന് പറയുമ്പോൾ അര സർക്കിൾ. അപ്പൊ അത് ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലെത്തി. എനെയും ബിനെയും കണക്ട് ചെയ്ത് സ്ട്രേറ്റ് ലൈൻ വരച്ചപ്പോ തന്നെ നമ്മളുടെ കയ്യിൽ ആൻസർ ഇരിക്കുന്നുണ്ട്. അതെത്രയാണ്? ഡയമീറ്റർ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാൻ പറ്റി, 49 മീറ്റർ. കറക്റ്റ് അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? 4ാമത്തെ ചോദ്യം ഇതാണ്. ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാൾ ക്ലോക്ക്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബോർഡ് പേപ്പറിൽ ഒത്തിരി തവണ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഓഫ് എ വാൾ ക്ലോക്ക് ഇസ് 10 centimeter long. Find its displacement and the distance covered from 10 AM to 10:30 AM. അപ്പൊ ആദ്യം നമുക്ക് ക്ലോക്കിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. 10 AM എന്ന് പറയുമ്പോൾ 10ലും 12ലും ആണ് നിൽക്കുന്നുണ്ടാവുക. പിന്നെ മിനിറ്റ് ഹാൻഡ് 12ന്ന് 6ലോട്ട് പോകുമ്പോഴാണ് 10:30 ആവുന്നത് അല്ലെ? ആദ്യം ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇനീഷ്യലി 10 AM എന്ന് പറയുമ്പോൾ അതിന്റെ പൊസിഷൻ എയിലായിരുന്നു. 10:30 ആണ് ഫൈനൽ പൊസിഷൻ. അപ്പൊ ബിയിലാണ്. എയും ബിയും കണക്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അതെന്തായിരിക്കും? ഡയമീറ്റർ ആയിരിക്കും അല്ലെ? മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് 10 centimeter എന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിറ്റ് ഹാൻഡിന്റെ ലെങ്തിനെ നമുക്ക് റേഡിയസ് ഓഫ് ദ സർക്കിൾ ആയിട്ട് എടുക്കാം. ചിത്രം നോക്കിയാൽ അറിയാം അല്ലെ? അപ്പൊ ഡയമീറ്റർ എത്രയായിരിക്കും? 2 times റേഡിയസ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 2 into 10, that is 20 centimeter ആണ് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഡിസ്റ്റൻസും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസിന് വേണ്ടി ഈ മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ സെമി സർക്കുലാർ പാത്തിലാണ് കവർ ചെയ്തത് അല്ലെ? അപ്പൊ സെമി സർക്കിളിന്റെ മൊത്തം പെരിമീറ്റർ കണ്ടുപിടിക്കണം. സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ ഓഫ് എ സെമി സർക്കിൾ എന്ന് പറയുന്നത് പൈ into r. പൈ എന്ന് പറയുന്നത് നമുക്ക് 3.14 എന്ന് എഴുതിയാൽ റേഡിയസ് 10 centimeter ആണ്. അപ്പോ 31.4 centimeter ആണ് ഡിസ്റ്റൻസ്. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 20 centimeter ആണ്. എളുപ്പമാണ്. ചോദ്യങ്ങൾ പല രീതിയിലാണെങ്കിലും നമ്മൾ സോൾവ് ചെയ്യുന്ന മെത്തേഡ് എല്ലാം ഒരുപോലെയാണ്. അടുത്തൊരു ചോദ്യത്തിലോട്ട് പോയാലോ? ഒരു ഡയഗ്രം തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു വസ്തു O എന്ന് പറയുന്ന പോയിന്റിന് സ്റ്റാർട്ട് ചെയ്ത് ABCDE വരെ പോയി തിരിച്ച് അത് എങ്ങോട്ട് വന്നു എന്ന് പറയുന്ന സിയിൽ വന്നു എന്ന് പറയുന്നു. അപ്പൊ ഇത് O ആണ് ഇനീഷ്യൽ പോയിന്റ്, സി ആണ് ഫൈനൽ പോയിന്റ്. ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിനെ സംബന്ധിച്ച് നമ്മൾ വസ്തുവിന്റെ പുറകെ തന്നെ പോകണം. അത് ഓയിൽ നിന്ന് ഇയിൽ പോയപ്പോ എത്ര മീറ്റർ കവർ ചെയ്തു? 50 മീറ്റർ കവർ ചെയ്തു അല്ലെ? അപ്പൊ ഡിസ്റ്റൻസ് ആൻസർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അത് 50 പോയി ആദ്യം, പ്ലസ് ഇനി ഇയിൽ നിന്ന് സിയിലോട്ട് മാറി, അതായത് ഇങ്ങോട്ട് 10, വീണ്ടും ഇങ്ങോട്ട് 10, 20 അല്ലെ? അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 + 20 70 മീറ്റർ ആണ്. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇനീഷ്യൽ ഫൈനൽ പൊസിഷൻ മാത്രം നോക്കുക. ഇനീഷ്യൽ പൊസിഷൻ O ആയിരുന്നു, ഫൈനൽ പൊസിഷൻ സി ആണ് അല്ലെ? ഇതിനെ തമ്മിൽ കണക്ട് ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതിന്റെ ലെങ്ത് എത്രയാണ്? 30 മീറ്റർ. ഡയഗ്രത്തിൽ തന്നെ വ്യക്തമായിട്ട് കിടക്കുകയാണ്, ഒരു കാൽക്കുലേഷനും വേണ്ട. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. അപ്പൊ ഏതൊക്കെ രീതിയിൽ ചോദ്യം വന്നാലും ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഒരുപോലെയാണ്. ഈ 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാം, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ ahead to all of you.